ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കുറച്ച് ഡേ ഇൻ മൈ ലൈഫത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളോട് ചെയ്യുന്നത്. അതായത് ഇവിടെ നാത്തൂനും അളിയനും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഉണ്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 10 മണിക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ മുതൽ ഇൻക്ലൂഡ് ആക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതുപോലെ തന്നെ ക്ലീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ലഞ്ചാണ് കേട്ടോ തയ്യാറാക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മന്തി, പിന്നെ ബ്രോസ്റ്റ്, അതിലേക്കുള്ള സൈഡായിട്ടുള്ളതൊക്കെ കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ തയ്യാറാക്കണം. ഇപ്പോൾ ലച്ചു നീറ്റപ്പോൾ അവളെ ഒരുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവളെ പാലെടുത്ത് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവളായിട്ട് നമ്മൾ താഴെ പോവുകയാണ്. അപ്പോൾ ലച്ചു വാ, ലച്ചു ഇതാ അവിടെ ഇരിക്കുന്നു. ലച്ചു സുന്ദരിയായ കുളിച്ചിട്ട്. ഇന്നിവിടെ ആരാ വരുന്നത്? ആരാ ആരാ വരുന്നത്? ആരാ വരുന്നത്? ഇത് കൊടുക്കാം. അതാ ചാർജറൊക്കെ എന്തിനെടുത്തിക്കണേ? അതൊന്നും വേണ്ട, അത് ഇവിടെ വെച്ചാളാം. പപ്പ ചീത്ത പറയട്ടോ. നമ്മൾ താഴെ പോവാ. ഇന്നിവിടെ മാളു വരുന്നുണ്ടാ? മാളു വരുന്നുണ്ടാ? വെച്ചു മന്തി ഉണ്ടാക്കുമെന്ന്? മന്തി ഉണ്ടാക്കുമോ? എല്ലാരോടും ഹായ് പറഞ്ഞ. എന്നാ ഇങ്ങോട്ട് നോക്കിയിട്ട് ഹായ് പറയില്ലച്ചോ. എമ്മേ വീയാൻ പോയി ലച്ചു. ഹായ് പറയേ. എന്നാ നമ്മൾ താഴെ പോവട്ടാ. അപ്പോൾ ഇതാ ലച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ താഴെ പോവില്ലേ? മതി. ലച്ചു മുടിയൊക്കെ കുത്തിയാ? മുടി സൂപ്പർ അല്ലേ ചേച്ചിക്ക? സൂപ്പർ പറഞ്ഞ. ഹായ് പറഞ്ഞാൽ എല്ലാവരോടും ഹായ് പറഞ്ഞ. ഹായ് പറഞ്ഞ. അപ്പോൾ ഇതാ ഞങ്ങൾ റെഡി ആയിട്ട് ഇനി താഴെ പോവാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നീ എന്താ പറയണേ? ഇത് സപ്പോർട്ട് ചെയ്യാൻ പറയണ്ട. ഓക്കെ, ബായ് പറഞ്ഞാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ കിച്ചണിലേക്ക് ഇറങ്ങി. ആദ്യം തന്നെ ബ്രോസ്റ്റിൻ്റെ ഒക്കെ സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിനായിട്ട് ഇൻസ്റ്റൻറ്റ് ബ്രോസ്റ്റ് പൗഡർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്നൊക്കെ ഇതാ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ കേട്ടോ തയ്യാറാക്കുന്നത്. പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വീഡിയോ വേണമെന്നുള്ളവർ ഞാൻ എൻ്റെ ഫസ്റ്റ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ, സച്ചൂസ് ചോയ്സിൽ. അപ്പോൾ ഇതാ ഈ പെട്ടി പൊളിച്ചാൽ നമുക്ക് 2 പാക്കറ്റാണ് കിട്ടുക. ഒന്ന് ബ്രോസ്റ്റിൻ്റെ പൗഡറും മറ്റേത് അതിൻ്റെ സാൾട്ടിൻ്റെ മിക്സും ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സാൾട്ടിൻ്റെ മിക്സ് പൊട്ടിച്ചിട്ട് അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതാ ചിക്കൻ അവിടെ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മന്തിയിലേക്കുള്ള മസാല ഒന്ന് കൂട്ടി വെക്കാം. അപ്പോൾ അതിനായിട്ട് ഇത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6-7 ഏലക്ക, അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 3 മാഗി ക്യൂബാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്കൊരു ഡ്രൈഡ് ലെമൺ വേണം. അതിതാ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിങ്ങനെ പൊട്ടിച്ചത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പുളിയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ ഇതുപോലത്തെ 2 ബേ ലീഫ് എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചിക്കന് ഞാനിപ്പോൾ ബിരിയാണിക്ക് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബ്രോസ്റ്റിലേക്കും മന്തിയിലേക്കൊക്കെ ഒറ്റ വെട്ടനെ കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ മന്തിയുടെ മസാല ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ മന്തി മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ അറബിക് സ്പൈസ് മസാല ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കളറ് മസ്റ്റായിട്ട് വേണം കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് മന്തിയൊക്കെ വാങ്ങിക്കുമ്പോഴും കഴിക്കുമ്പോഴൊക്കെ അറിയാം നമുക്ക് നല്ല റെഡ് കളറായിരിക്കും ചിക്കൻ ഉണ്ടാവുക. അപ്പോൾ ഇതാ കുറച്ച് ആദ്യം ഇട്ട് കൊടുക്കുക. കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ. അപ്പോൾ അത് കളറില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ആക്കുക കേട്ടോ. അപ്പോൾ അതായത് ഇത് ഈ മാഗി ക്യൂബൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതായത് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മളിത് കുഴച്ചെടുക്കുന്നത്.
അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയുള്ള ഒരു റൈസാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഈ ഒരു മന്തിയൊക്കെ റെഡിയാക്കാനായിട്ട് നിന്നാൽ മതി. അതാണ് ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് റെഡിയാക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയം സച്ചു മദ്രസിട്ട് വന്നിട്ടുണ്ട്, അവനോട് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ചായ കുടിച്ചിട്ട് അവനിപ്പോൾ ഇനി സ്കൂളിലേക്കും പോകും കേട്ടോ. അപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് കുഴച്ച് വെക്കുകയാണ്. പിന്നെ ഞാനിവിടെ ഇത് 1 കിലോ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കുക. അപ്പോൾ ഇത് കളർ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ നമ്മൾ ഫുഡ് കളർ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുക. ഇനിയിപ്പോൾ ഇത് മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചോളും. പിന്നെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അതിപ്പോൾ മാഗി ക്യൂബിൽ അത്യാവശ്യം നല്ലോണം ഉപ്പുണ്ട് കേട്ടോ, അതാണ് ചേർത്ത് കൊടുക്കാത്തത്. ഇതിപ്പോൾ മന്തിയിലേക്കുള്ള റൈസാണ് കേട്ടോ ഈ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ബ്രോസ്റ്റിനുള്ള റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മന്തി മസാലയും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴേക്ക് നമുക്ക് ഈ റൈസൊക്കെ ഒന്ന് വേവിച്ച് ഊറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ അരമണിക്കൂറിന് ശേഷം മന്തി റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മന്തിയുടെ മസാല വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ കുഴച്ചെടുക്കാനുള്ള ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. പിന്നെ റൈസ് ഇവിടെ അടുപ്പത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എല്ലാം റെഡി ആവും കേട്ടോ. ഇതിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിൽ നമ്മൾ ചിക്കൻ വേവിക്കാനായിട്ട് വെച്ച്, അതുപോലെ തന്നെ അടുപ്പത്ത് റൈസും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെന്ത് വരുന്ന സമയം ആകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള സൈഡായിട്ടുള്ള മയോണൈസ്, അതുപോലെ തന്നെ അതിലേക്കുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി. അപ്പോൾ അത് ആദ്യം തന്നെ മയോണൈസ് റെഡിയാക്കാനായിട്ട് ഞാൻ 3 കോഴിമുട്ട എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മഞ്ഞയും കൂട്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു മയോണൈസ് തയ്യാറാക്കാറ്. പിന്നെ അതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിനാഗിരിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ലെമണാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എനിക്കത് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം ഒന്ന് മിക്സിയിൽ അടിക്കുക. എന്നിട്ട് ടൈറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ ഓയിലിൻ്റെ അളവും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. നമ്മളിത് ടൈറ്റ് ആകുന്നത് വരെ ഈ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ആദ്യം ഒന്ന് അടിച്ചെടുത്ത്, അപ്പോൾ അതിൽ കുറച്ച് ലൂസാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു തിക്നെസ് മതി കേട്ടോ മന്തിയിലേക്കായതുകൊണ്ട്. നമ്മൾ പിന്നെ റൊട്ടി പൊറോട്ട അങ്ങനത്തേക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ടൈറ്റുള്ള മയോണൈസ് ആയിരിക്കും കേട്ടോ ടേസ്റ്റ്. മന്തിയിലേക്കായതുകൊണ്ട് ഈ ഒരു തിക്നെസ് മതി. ഇനിയിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നമ്മൾ വെച്ചിട്ടുള്ള ചിക്കന് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും. അത് നമ്മൾ ഈ പണീൻ്റെ ഇടയിൽ കൂടെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ മന്തിയിലേക്ക് സൈഡായിട്ട് കൂട്ടാനുള്ള ടൊമാറ്റോയുടെ ആ ചട്നി കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 2 ടൊമാറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 6-7 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അധികം എരിവുള്ളാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 2-3 പീസ് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സവാളയുടെ ഒരു പകുതി കഷ്ണം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്.
അപ്പോഴേക്ക് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കുകയാണ്. ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള റൈസിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിന് പകരം ഞാനിവിടെ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മന്തിയുടെ മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിലും കൂടി ഇതുപോലെ ഇങ്ങനെ സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ബാക്കിയുള്ള റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം റെഡ് ഫുഡ് കളറും കൂടെ കുറച്ച് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 3-4 പച്ചമുളക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. ഇതൊക്കെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ആ മന്തിയുടെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് കനലെടുത്തിട്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മന്തിക്ക് ഇത് മസ്റ്റായിട്ട് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മുടെ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബ്രോസ്റ്റും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ബ്രോസ്റ്റ് വാട്ടറിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഒരു 20 മിനിറ്റ് ഇങ്ങനെ വെക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതും കൂടി ആവാനുള്ളൂ. അപ്പോൾ ഇത് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഫ്രൈ ആക്കി എടുക്കാനുള്ളത്. അപ്പോൾ ഇതിങ്ങനെ എല്ലാം ഒന്ന് കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം കേട്ടോ ഇനിയിപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇതിപ്പോൾ ചൂടോടെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ആ ഒരു ടൈമിൽ ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രോസ്റ്റ് ഓരോ ട്രിപ്പ് ഇങ്ങനെ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ ഇനിയിപ്പോൾ ചോറ് വിളമ്പുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ റൈസൊക്കെ ഒന്ന് മിക്സ് ആക്കണം. അപ്പോൾ അതിനുള്ള കനൽ ആദ്യം എടുത്ത് ഒഴിവാക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് നമുക്ക് വിളമ്പാം.
അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് റൂമിൽ കയറിയതാണ്. അതിൻ്റെ ഇടയിൽ ഫുഡ് ആയതിനു ശേഷം ഞാൻ വന്ന് കൂളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ലച്ചുവിനെ ഉറക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അവൾ ഉറങ്ങിയിട്ടുണ്ട്, അവൾ നല്ല ഉറക്കിലാണ്. അപ്പോൾ ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ചായക്കുള്ള റെഡിയാക്കണം. അവർ ചായ കുടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നെയ്യപ്പത്തിന് വേണ്ടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അത് അളിയനക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നെയ്യപ്പം. അപ്പം അതാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.